നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 1 39 തിരുവചനം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 39 തിരുവചനത്തിൽ മറിയ ഒരു ബദ്ധപ്പാട് അനുഭവിക്കുന്നത് നാം കാണുകയാണ്. സഖറിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിക്കുവാനാണ് മറിയ ബന്ധപ്പെടുന്നത്. മറിയയുടെ ബദ്ധപ്പാട് അഥവാ ബുദ്ധിമുട്ട് വളരെ വലുതാണ്. താൻ കന്യകയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയെന്ന് അറിഞ്ഞ നാൾ മുതൽ അവളുടെ ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. വീട്ടിലും നാട്ടിലും സമൂഹത്തിലും സഭയിലും ഒക്കെ മറിയ അനുഭവിച്ച ബദ്ധപ്പാട് വളരെ വലുതാണ്. നിന്ദയും പരിഹാസവും അപമാനവും ഒക്കെ ഏൽക്കേണ്ടി വന്ന ഒരു സ്ത്രീ. യേശുവിനെ കാണുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ, യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുവാൻ ചില ബദ്ധപ്പാടുകളുണ്ട്. യേശുവിനെ അന്വേഷിച്ചു പോയ 3 വിദ്വാൻമാർ, അവർ ബന്ധപ്പെട്ടാണ് ചെന്നത്. പക്ഷേ അവർക്ക് വഴിതെറ്റി. അവർ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുവെങ്കിലും അവർ പിന്തിരിഞ്ഞില്ല. വഴിതെറ്റിയെങ്കിലും അവർ പിന്മാറിപ്പോയില്ല. അവർക്ക് ദൈവം നൽകിയ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് പിന്നെയും അവരുടെ അന്വേഷണം തുടർന്നു എന്ന് മാത്രമല്ല, ഒടുവിൽ യേശുവിൻ്റെ അരികിലോ എത്തുവാനും യേശുവിന് പൊന്ന്, മൂര്, കുന്തിരിക്കം തുടങ്ങി സുഗന്ധദ്രവ്യങ്ങൾ, വിലയേറിയ വസ്തുക്കൾ കാഴ്ച അർപ്പിക്കുവാനും അവർക്ക് കഴിഞ്ഞു. വിദ്വാൻമാരുടെ ബദ്ധപ്പാടും സമർപ്പണവും ഇവയായിരുന്നു. അതുപോലെ തന്നെ ആട്ടിടയന്മാരുടെ ബദ്ധപ്പാടും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ദൈവദൂതൻ സദ്വാർത്ത അറിയിച്ചപ്പോൾ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചപ്പോൾ, അവരും ബന്ധപ്പെട്ട് രാത്രിയിൽ തന്നെ അന്വേഷിച്ചു പോവുകയാണ്. ദീർഘദൂരം അഥവാ കിലോമീറ്ററുകൾ ബന്ധപ്പെട്ട് സഞ്ചരിച്ച് അവരും യേശു എന്ന പൈതൽ ആയിരിക്കുന്ന സ്ഥാനത്ത് എത്തി എന്ന് നാം കാണും. അവർ യേശുവിനെ കണ്ട് സന്തോഷിച്ച് ശിശുവിനെ നമസ്കരിച്ച് കടന്നുപോയി, ആരാധിച്ച് കടന്നുപോയി. ഇന്നും യേശു ജനിച്ച ആ അവസ്ഥയിൽ, അഥവാ ക്രിസ്തു ഉള്ളിൽ ജനിച്ച അവസ്ഥയിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ
ക്രിസ്തുവിന് വേണ്ടി ചില ബദ്ധപ്പാടുകൾ, സുവിശേഷത്തിന് വേണ്ടി അഥവാ ക്രിസ്തുവിനെ മറ്റു ഹൃദയങ്ങളിൽ ജനിപ്പിക്കുവാൻ ചില ബദ്ധപ്പാടുകൾ ആവശ്യമാണ്. അത് ദൈവസ്നേഹത്തോടെ ഏറ്റെടുക്കുവാൻ മറിയെപ്പോലെ, അതുപോലെ വിദ്വാൻമാരെ പോലെ, ആട്ടിടയന്മാരെ പോലെ സമർപ്പണത്തോടെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ചില പുതിയ ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കുവാനിടയാവും. ആമേൻ.